ബാക്ക് ടു സ്കൂൾ ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ലോങ് വീഡിയോ ആണ്. പേര് പോലെ തന്നെ ഇച്ചിരി ലോങ് ആണ് കേട്ടോ. ആദ്യം നമുക്ക് മേക്ക് ഓവർ ചെയ്യാൻ പോകുന്ന ഏരിയ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം. പലപ്പോഴും കമന്റ് സെക്ഷനിൽ കാണുന്ന ഒരു സംഭവമാണ്, ചേച്ചി ഡെസ്ക് ഒന്ന് കാണിക്കുമോ മൊത്തത്തിലെന്ന് പറഞ്ഞിട്ട്. ഈ തൊട്ടാ വീഴുന്ന ജാംബോന്റെ കാലത്ത് വാങ്ങിയെന്ന് തോന്നുന്ന ഈ ഒരു ഡെസ്കാണ് ഞാൻ യൂസ് ചെയ്യണേ കേട്ടോ. അതിന്റെ കണ്ട പൊത്തിലൊക്കെ ഗ്ലൂ ഗൺ വെച്ച് നന്നായിട്ട് ഫിൽ ചെയ്തിട്ട് പിന്നെ മീഷോന്ന് വാങ്ങിയ വൈറ്റ് വാൾപേപ്പർ വെച്ച് അങ്ങ് കവർ ചെയ്തപ്പം സുന്ദര കുട്ടപ്പനായി. നമ്മുടെ ടേബിൾ ഫുള്ള് ഗ്ലൂ ഗണ്ണിന്റെ ഗ്ലൂ ആയിരുന്നു കേട്ടോ. അത് നെയിൽ യൂസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നില്ല, അപ്പൊ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കളഞ്ഞത്. പിന്നെ ആസ് യൂഷ്വൽ ആ ഡസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക, നനഞ്ഞ ക്ലോത്ത് വെച്ച് ടേബിൾ തുടയ്ക്കുക, ആൻഡ് അഗൈൻ ഒന്നുകൂടി ഡ്രൈ ടവൽ ഓർ ടിഷ്യൂ വെച്ച് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ സംഭവം സെറ്റ്. ലെറ്റിംഗ് അവർ ഇൻട്രൂസീവ് തോട്ട്സ് വിൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ ജനലിലെ തുരുമ്പ് കണ്ടപ്പം വെറുതെ അനാവശ്യമായിട്ട് ആ ഫാബ്രിക് പെയിന്റ് എടുത്ത് അടിച്ചു. സംഭവം കാണാൻ നീറ്റായെങ്കിലും അമ്മ ഒന്നൊന്ന് ചീത്ത പറഞ്ഞായിരുന്നു. പിന്നെ ഒരു ഫൈനൽ ടച്ചിന് നനഞ്ഞ തുണി വെച്ച് വോളും കൂടെ തുടച്ചു കൊടുക്കുക. എല്ലാവർക്കും വാൾ സ്റ്റിക്കേഴ്സ് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, അപ്പോൾ കീറിയ വല്ല പഴയ പുതപ്പോ മുണ്ടോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. ചിലവർക്ക് റോ കളർ ആയിരിക്കും ഇഷ്ടം, അവർ ഇതുപോലെ വെച്ചാലും മതി കേട്ടോ. ആദ്യം നമുക്ക് റെയിൻബോ ഓർഗനൈസർ ഉണ്ടാക്കാം. അതിനൊരു കാർഡ്ബോർഡ് എടുക്കുക, പിന്നെ ഉള്ളിലെ ഷേപ്പ് ഓൾറെഡി കട്ട് ചെയ്ത് പുറത്തത് വരച്ചു കൊടുക്കുക കേട്ടോ ചെയ്തത്. പിന്നെ ഇതുപോലെ ക്ലൗഡ്സും കട്ട് ചെയ്തെടുക്കണേ. രണ്ട് സൈഡും കവർ ചെയ്യാൻ വേണ്ടി ചാർട്ട് പേപ്പർ കട്ട് ചെയ്യുക. മാറിപ്പോവാതിരിക്കാൻ കട്ട് ചെയ്ത കാർഡ്ബോർഡ് പീസും ചാർട്ട് പേപ്പറും സെയിം ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു പീസിൽ ഇതുപോലെ റെയിൻബോ വരച്ചു കൊടുക്കുക. എൻ്റെതൊരു ഡ്യൂപ്ലിക്കേറ്റ് റെയിൻബോ ആണ്, കാരണം 5 ലെയേഴ്സ് ഉള്ളൂ കേട്ടോ. ഞാൻ പെയിന്റ് കൊടുക്കുമ്പോൾ ഭംഗി ഉണ്ടാകുന്ന രീതിയിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ലെയേഴ്സ് വരച്ചത്. ഇവിടെയാണ് നമ്മൾ ക്ലൗഡ് പ്ലേസ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് കളർ അടിക്കാം. 150 രൂപയ്ക്ക് മീഷോന്ന് വാങ്ങിയൊരു പെയിന്റിംഗ് ബ്രഷിന്റെ സെറ്റാണ് കേട്ടോ ഇത്. നല്ല യൂസ്ഫുൾ ആണ്. കളേഴ്സ് എല്ലാം പേസ്റ്റൽ ഷെയ്ഡ് ആക്കാൻ വേണ്ടി വൈറ്റ് വേണമല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങ് ഒഴിച്ചതാണ്. പക്ഷെ അതുപോലെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവാതെ കൂടെ നോക്കണം കേട്ടോ. വയലറ്റും ഒരു പൊടി ഗ്രീനും പിന്നെ വൈറ്റും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലാവൻഡർ ഓ പർപ്പിൾ ഷെയ്ഡ് നല്ല അടിപൊളിയായി കിട്ടും. വലിയ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു പോയിന്റഡ് ബ്രഷ് യൂസ് ചെയ്ത് ആ ബോർഡർ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ലൈറ്റ് കളർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ പേസ്റ്റൽ തീം ചൂസ് ചെയ്ത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ സാധാ കളർ യൂസ് ചെയ്താൽ മതി കേട്ടോ. യെല്ലോ, പിങ്ക് ആൻഡ് വൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് കളർ ഉണ്ടാക്കിയത് കേട്ടോ. ഈ ഓർഗനൈസർ ഉണ്ടാക്കണം എന്ന് ആദ്യം വിചാരിച്ചപ്പോൾ ക്ലൗഡിൻ്റെ സ്ഥലത്ത് വൈറ്റ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനത് മറന്നുപോയി. ഫൈനൽ ലുക്ക് കണ്ടപ്പോഴാണ് ദൈവമേ ഇതായിരുന്നില്ലല്ലോ എൻ്റെ പ്ലാൻ എന്ന് ഓർമ്മ വന്നത്. നിങ്ങളുടെ കയ്യിൽ ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, എൻ്റെ ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 2 പേരുടെയും സെക്കൻഡ് നെയിം ദേവ് എന്നാണ്. അവൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെൻ ഹോൾഡർ വാങ്ങാൻ നിന്നപ്പോൾ ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നിർത്തിയതായിരുന്നു. സംഭവം സ്കൂളൊക്കെ തുറന്നെങ്കിലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവെന്ന് പറഞ്ഞ പോലെ ഒരു അടിപൊളി ഓർഗനൈസർ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. എന്താ അതുപോലെ ഫൺ പാർട്ട് കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കണേ, ഇതിനകത്ത് ഒരു 5 കമ്പാർട്ട്മെന്റ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 സൈഡും ജസ്റ്റ് വരച്ചു കൊടുത്താൽ മതി. പക്ഷെ സെന്ററിൽ ടോട്ടൽ ലെങ്ത് 3 ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പം നല്ല നീറ്റ് ആൻഡ് ഈക്വൽ ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ്സ് കിട്ടും. ഇനി കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി കാർഡ്ബോർഡ് ഒട്ടിക്കണം. അപ്പം നേരെ വരച്ച ലൈനിനെല്ലാം ABCD വെച്ച് മാർക്ക് ചെയ്യുക. ഇതിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള കാർഡ്ബോർഡ് കട്ട് ചെയ്യുമ്പോൾ സെയിം വിഡ്ത്താണ് എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ കമ്പാർട്ട്മെന്റിന് എത്ര വിഡ്ത്താണോ വേണ്ടത് അതിനനുസരിച്ച് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഇനി നീളത്തിൽ വെക്കുന്ന കാർഡ്ബോർഡ് മാത്രം വൈറ്റ് പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അടിയിൽ വെക്കുന്ന കാർഡ്ബോർഡിന് സ്ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുത്തണമെങ്കിൽ ആദ്യം കവർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമായി പോകും. നമ്മൾ കാർഡ്ബോർഡിൽ ചെയ്ത എല്ലാ മാർക്കിങ്സും ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോകുന്ന ചാർട്ട് പേപ്പറിൽ ചെയ്യാം. ടിഷ്യൂ വെച്ച് കാർഡ്ബോർഡിന്റെ സൈഡ് കവർ ചെയ്യുന്നതാണ് കേട്ടോ ചാർട്ട് പേപ്പറിനേക്കാൾ നീറ്റായിട്ട് എനിക്ക് തോന്നിയത്. ടിഷ്യൂ ഇതുപോലെ പുറത്തല്ല അകത്താണ് വേണ്ടത് കേട്ടോ. എനിക്ക് പറഞ്ഞ ഒരാളുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ. പിന്നെ ഇതുപോലെ കവർ ചെയ്ത കുട്ടി കാർഡ്ബോർഡ് പീസിലും ആൽഫബറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ആകെ മാറിപ്പോകും കേട്ടോ. പെട്ടെന്ന് തന്നെ സ്റ്റിക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗൺ ആണ് മൊത്തത്തിൽ യൂസ് ചെയ്ത്. പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. പിന്നെയാണ് താഴെ വെക്കുന്ന കാർഡ്ബോർഡ് പീസ് എന്തിനാ ഇപ്പോൾ വെറുതെ വൈറ്റ് പേപ്പറിൽ കവർ ചെയ്യണമെന്ന് തോന്നി ഞാൻ കവർ ചെയ്തില്ല കേട്ടോ. ഫൈനലി നമ്മുടെ ഓർഗനൈസറിന് ഒരു ഫേസ് വരാൻ പോവാണ്. എൻ്റെ മോസ്റ്റ് സാറ്റിസ്ഫൈങ് ഹാപ്പി മൊമെൻ്റ് ആയിരുന്നേ. പിന്നെ ചുമ്മാ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗം കൂടി ഞാൻ കവർ ചെയ്ത് കൊടുത്തു കേട്ടോ. ആസ് ഐ സെറ്റ്, ഈ ക്ലൗഡ് ഞാൻ വെറുതെ വളഞ്ഞു മൂക്ക് പിടിച്ചതാണ്. നിങ്ങൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ച് ക്ലൗഡ് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. വൈറ്റ് ചാർട്ട് പേപ്പർ ഭയങ്കര പ്ലെയിൻ ആയി തോന്നിയതുകൊണ്ട് ഇച്ചിരി പഞ്ഞുകൂടി വെച്ച് കൊടുത്ത് സെറ്റാക്കി. പക്ഷേ ഇത് ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ട്. എൻ്റെ പൊന്നോ എന്തൊരു ഭംഗിയല്ലേ. പിന്നെ ഫാബ്രിക് പെയിന്റ് ആണ് യൂസ് ചെയ്ത്. ടേബിളിൽ വെക്കുമ്പോൾ പെട്ടെന്ന് പൊടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് വാർണിഷ് അടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഓർഗനൈസർ റെഡിയായി. ഇനി നമുക്കൊരു ബുക്ക് ഓർഗനൈസർ ഉണ്ടാക്കാം. പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് തന്നെയാണ് കേട്ടോ. ഒരു റെയിൻബോ പോലെ A4 ഷീറ്റിൽ വരയ്ക്കുക. ലാസ്റ്റ് ലെയർ വരയ്ക്കാൻ എത്താത്തത് കൊണ്ട് ഒപ്പിച്ചാണ് വരച്ചത്. പിന്നെ അത് കട്ട് ചെയ്തെടുക്കുക. ഇതിലെ ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ട് കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. ഇതുപോലെ വളവും തിരിവും ഒക്കെ ഞാനിപ്പോൾ കത്രിക വെച്ചിട്ടാണ് മുറിക്കാറ്. മറ്റേത് ഇച്ചിരി പാടായിട്ട് തോന്നുന്നു എനിക്ക്.
അങ്ങനെ എല്ലാ ലെയേഴ്സും ഇതുപോലെ മുറിച്ചെടുക്കുക. ബേസ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഓരോ ലെയേഴ്സും നമ്മൾ എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് ഏകദേശം ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഇതുപോലെ ബേസ് കട്ട് ചെയ്തെടുക്കുക. ഈ ബേസിൻ്റെ ഫ്രണ്ട് മാർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിച്ചതുപോലെ മാർക്ക് ചെയ്തില്ലെങ്കിൽ ചെരിഞ്ഞു പോകട്ടോ. നമ്മൾ ഉണ്ടാക്കിയതിന് ചെറിയൊരു ചെരിവില്ലേന്ന് എനിക്കൊരു സംശയമുണ്ട്. വൈറ്റ് A4 ഷീറ്റ് കളർ അടിക്കണമെങ്കിൽ ഒത്തിരി പെയിൻറ് വേണ്ടി വരും. അതുകൊണ്ട് ലൈറ്റ് കളറുള്ള A4 ഷീറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ. പിന്നെ എളുപ്പപ്പണിയിലാണിത് റാപ്പ് ചെയ്തെടുത്തത്. പക്ഷേ എളുപ്പപ്പണിയൊന്നും കണ്ടാൽ തോന്നില്ലല്ലോ, അതുപോലെ. പിന്നെ അതെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് എല്ലാ ലെയേഴ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. ആസ് യൂഷ്വൽ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇച്ചിരി കൂടി ക്യൂട്ടായിക്കോട്ടെ എന്ന് വെച്ചൊരു ബോയും സെറ്റ് ചെയ്ത് കൊടുത്തു. എങ്ങനെയുണ്ട്? ഇനി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കാം. ഫിസിൻ്റെ ബോട്ടിൽ എടുത്തു. മേലെ ഈ ക്യൂട്ട് ബേബി പിങ്ക് കളറുള്ള റിബൺ ലേസ് വെച്ച് കവർ ചെയ്തു. പിന്നെ ലൈറ്റ് ബ്ലൂ ആൻഡ് ബേബി പിങ്ക് റിബൺ ലേസ് വെച്ചിട്ട് ഇതുപോലൊരു ബോ ഉണ്ടാക്കിയെടുത്തു. ഇതുപോലെ 2 ക്യൂട്ട് കളേഴ്സ് വെച്ച് ബോ ഉണ്ടാക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഈ ബോ ഒരു ഹെയർ ക്ലിപ്പിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ടും എന്തോ ഒരു കുറവ് പോലെ തോന്നിയതുകൊണ്ട് താഴെയും ഇതുപോലെ റിബൺ ലേസ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുത്തു. മേലെ നമ്മുടെ ബോ സ്റ്റിക്ക് ചെയ്തു. ഫ്ലവർ വേസ് റെഡി. ഫ്രഷ് ഫ്ലവർ ഇട്ട് വെക്കാനാട്ടോ ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് മിനി ടേബിൾ ലാമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ കുറേ കാലമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച ഒരു സാധനമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണത്. ആദ്യം ഒരു ഡെമോയൊക്കെ വരച്ച് പിന്നെ ഇത് A4 വരച്ച് വന്നപ്പോഴേക്കും കറക്റ്റായിട്ട് കിട്ടിയിട്ടോ. ഈ മെഷർമെൻറ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്താലേ വൃത്തിയിൽ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഹാർട്ട് ഷേപ്പും വാതിലൊക്കെ വരച്ചെടുത്തപ്പോഴേക്കും സെറ്റായി. ഫസ്റ്റിൽ മാർക്ക് ചെയ്ത ലെങ്ത് ആൻഡ് വിഡ്ത്ത് തന്നെയാണ് ബാക്കി 2 സൈഡിനും എടുത്തേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വരച്ച ഷേപ്പിൽ ഹാർട്ടും വാതിലും ഇല്ലെങ്കിൽ നമ്മുടെ 4th സൈഡുമായി. ഇതിനൊന്ന് വെള്ളക്കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി വൈറ്റ് പെയിൻറ് വേണ്ടി വന്നു. വൈറ്റ് കട്ടിയുള്ള ചാട്ടാണെങ്കിൽ പെട്ടെന്ന് പണി തീർന്നേനെ. പിന്നെ ഇത് റൂഫ് ഈ സൈഡുകളുടെ സെയിം സൈസാണ് കേട്ടോ. 5.2ഉം 8ഉം. അപ്പോൾ ടോട്ടൽ 10.4 cm ലെങ്ത്തും 8 cm വിഡ്ത്തും. പറയുമ്പോൾ ഇത്തിരി പാടുപോലെ തോന്നുമെങ്കിലും ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു പ്രീമിയം ലുക്ക് തോന്നിയിട്ടോ എനിക്ക്. എന്താണെന്നറിഞ്ഞൂടാ, പേസ്റ്റൽ തീം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ മനസ്സിലേക്ക് വന്നത് ഈ ഒരു ഫ്ലോറൽ ഗാർലൻഡ് ആണ് കേട്ടോ. പിൻട്രസ്റ്റിലെ ഈ ഒരു പിക്ക് ട്രേസ് ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ. പിന്നെ അത് കട്ട് ചെയ്തെടുക്കുക. ഡോംസിന്റെ പേസ്റ്റൽ ബ്രഷ് പെൻ വെച്ചിട്ടാണ് ഞാൻ കളർ ചെയ്തത്. അതില്ലെങ്കിൽ ക്രയോൺസ് വെച്ചായാലും മതി കേട്ടോ. ഈ ഒരു ഷേപ്പ് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ വേറെ ഫ്ലവേഴ്സും നോക്കാം കേട്ടോ. ട്യൂലിപ്സിന്റെ ഷേപ്പൊക്കെ കട്ട് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ കാണാനും അത്യാവശ്യം നല്ല ക്യൂട്ടാണ് കേട്ടോ. ഈ കുഞ്ഞു കുട്ടികളുടെ റൂമിലൊക്കെ പോയ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നേ. പിന്നെ ത്രെഡിൻ്റെ ബാക്കിൽ നേരെ ഗ്ലൂ ഗണ്ണ് വെച്ച് അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതിനേക്കാളും എളുപ്പം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണതാട്ടോ. ശരിക്കും ഇതിനെ ഒരു മിനി പെഗ് ബോർഡ് എന്നൊക്കെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേണമെങ്കിൽ ഒരു മെമോ ബോർഡ് എന്നോ അങ്ങനെയൊക്കെ പറയാം. ഇത് മെയിൻലി ഞാൻ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റഡി ഏരിയ ഉണ്ടല്ലോ, അതായത് നമ്മൾ പഠിക്കുന്ന സ്ഥലം, അവിടെ ഒരു നോട്ടീസ് ബോർഡ് പോലെ എന്തെങ്കിലും സെറ്റപ്പ് ഉള്ളത് ഭയങ്കര നല്ലത്. അത് ആക്ച്വലി ഒരു അത്യാവശ്യമാണ്. ഇനി അങ്ങോട്ട് അസൈൻമെന്റ്, സെമിനാർ, എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ കിടക്കുമല്ലേ. അപ്പം അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു സ്റ്റിക്കി നോട്ടിലെങ്ങാനും എഴുതി ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ മാത്രം നോക്കിയാൽ മതി. എന്നും രാത്രി കിടക്കാൻ നേരം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടോ എന്ന് ഈ ബോർഡിലൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഒന്നും മിസ്സാവുകയില്ല. ഇനി നമുക്ക് കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ എസ്തെറ്റിക് റൂമിൽ 3 ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടായിരിക്കും. നല്ല എസ്തെറ്റിക് ക്യൂട്ട് കളേഴ്സോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അങ്ങനെ നമ്മൾ 3 കുറച്ച് വലിയ വാൾ പോസ്റ്റർ ഉണ്ടാക്കുന്നുണ്ട്. ഫ്രെയിം ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് വാൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കി സ്റ്റിക്ക് ചെയ്യുന്നേ ഉള്ളൂ. 3ഉം സെയിം കളർ തീമിലാണ് ഉണ്ടാക്കുന്നത്, വിച്ച് ഈസ് പിങ്ക് ആണല്ലോ നമ്മുടെ കളറ്. അപ്പോൾ പിങ്ക് തീമിൽ കുറച്ച് വലിയ 3 വാൾ പോസ്റ്റേഴ്സും പിന്നെ കുറച്ച് കുട്ടി വാൾ പോസ്റ്റേഴ്സും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ സെലക്ട് ചെയ്യാം. ഈ വലുത് മാത്രമാണ് ഞാൻ പാറ്റേൺ സെലക്ട് ചെയ്ത് ബാക്കിയൊക്കെ റാൻഡംലി ചുമ്മാ എന്തൊക്കെയോ വരയ്ക്കുക ചെയ്തേട്ടോ. പിന്നുണ്ടല്ലോ, ഈ പെയിൻറ്റിൽ മുക്കിയിട്ട് ഫെയറി ലൈറ്റ് എഴുതിയപ്പോൾ എനിക്ക് ഈ പണ്ടത്തെ കാലത്ത് ഈ മഷി വെച്ച ആൾക്കാർ എഴുതിയിരുന്നില്ലേ, അതൊക്കെ ഓർമ്മ വന്നേ. ഈ പെയിൻറ്റ് ബ്രഷ് പെയിൻറ്റിൽ മുക്കി പേപ്പറിലൂടെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുമ്പോണ്ടല്ലോ എന്തോ ഒരു പ്രത്യേക ഫീലാണ്. ഒരു തെറാപ്യൂട്ടിക് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാം. പിന്നെ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് റൗണ്ട് ടിപ്പുള്ള ബ്രഷ് യൂസ് ചെയ്തു കേട്ടോ. ഈ കേർവ്ഡ് എഡ്ജസ് ഒക്കെ പെയിൻറ്റ് ചെയ്യാൻ റൗണ്ട് ടിപ്പുള്ള ബ്രഷ് അടിപൊളിയാണ്. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ റൗണ്ട് എഡ്ജസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കുട്ടി കുട്ടി വാൾ പോസ്റ്റേഴ്സ് ആണേ. ഇതിലെ പാറ്റേൺസ് ഒക്കെ ഞാൻ ചുമ്മാ വരച്ചതാണ്. നിങ്ങൾ പിൻട്രസ്റ്റിൽ പോയിട്ട് എസ്തെറ്റിക് പേസ്റ്റൽ വാൾ പോസ്റ്റേഴ്സിനോ ഒക്കെ അങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല പാറ്റേൺസ് ഒക്കെ വരും കേട്ടോ. അത് നോക്കി കോപ്പി ചെയ്താൽ മതി.
പിന്നെ മോട്ടിവേഷണൽ കോഡ്സ് ഇല്ലാണ്ട് എന്ത് വാൾ പോസ്റ്റേഴ്സ് അല്ലേ? അങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കോഡ്സ് വേണം. അതുകൊണ്ട് 2 എണ്ണത്തിൽ ഞാൻ കോഡ്സും എഴുതി. ഹോം എന്ന് എഴുതിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതെന്തോ ഒരു ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് തോന്നി. ആമയ്ക്ക് ആമയുടെ തോട് പോലെയാണ് എനിക്കെൻ്റെ റൂം. അതിപ്പോൾ വേറെ ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അങ്ങോട്ട് പെയിൻറ് ചെയ്യാൻ അറിയാത്ത ഞാൻ പ്രഹസനത്തിനാണോ ഈ സ്റ്റീൽ സ്റ്റാൻഡ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. മോട്ടിവേഷണൽ കോഡ്സോ അഫർമേഷൻസോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ലതോ ഇനി അതോ അല്ലെങ്കിൽ ഭംഗിക്ക് ഒരു വാൾ പോസ്റ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു വലിയ ഓർഗനൈസർ ഉണ്ടാക്കിയില്ലേ, പിന്നെ എന്തിനാണ് ഈ കുഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ അർജൻറ്റായിട്ട് വന്ന് ഒരു പെന്നൊക്കെ എടുക്കാൻ നോക്കുമ്പോൾ വലിയ ഓർഗനൈസറിനകത്താ നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിരുന്ന് തപ്പേണ്ടി വരും. ഒരു പെൻസിൽ, ഒരു പെന്ന്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവില്ലേ, അത് മാത്രം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിനി ഓർഗനൈസർ. ഞാൻ എളുപ്പത്തിലൊരു ഡിസൈൻ ചൂസ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചൂസ് ചെയ്യേ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു സാധനമാണ് വേസ്റ്റ് ബിൻ. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച വേസ്റ്റ് ബിൻ ഇതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. പേപ്പർ വേസ്റ്റ് ബിൻ ഉണ്ടാക്കുന്ന അതേ ടെക്നിക്ക് വെച്ച് നമുക്ക് ഇതിലും ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്കൊരു പരീക്ഷണം നടത്താൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം കണ്ടപ്പോൾ തന്നെ ഞാനാണ് നിങ്ങളുടെ വേസ്റ്റ് ബിൻ എന്ന് പറഞ്ഞു ഈ പാത്രം എന്നെ ചൂസ് ചെയ്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഉണ്ടാക്കി വന്നപ്പോൾ ഭയങ്കര ക്യൂട്ടായി പോയി. എൻ്റെ ചേച്ചിക്ക് കണ്ടിട്ട് ഇത് വേസ്റ്റ് ബിൻ ഒന്നും മനസ്സിലായില്ല. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി അവസാനം ഒരു ലേസും കൂടി വെച്ച് കൊടുത്തപ്പം പൂർണ്ണമായി. ഒരു സ്റ്റോറേജ് ബോക്സ് പോലെയൊക്കെ ഉണ്ടല്ലേ, പക്ഷേ ഇത് നമ്മുടെ വേസ്റ്റ് ബോക്സ് ആണ് കേട്ടോ. എല്ലാവരും വാട്ടർ ക്യാൻഡിൽ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ക്യാൻഡിലാണിത്. പക്ഷെ എനിക്കെന്തോ ഇതിന് മാജിക് ക്യാൻഡിൽ എന്ന് വിളിക്കാനാണ് ഇഷ്ടം. എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്, എന്തൊക്കെയൊക്കെ ഒരു ഫീലായിരുന്നു. കാരണം ഈ ക്യാൻഡിലിൻ്റെ അടിയിൽ വെള്ളം ഒഴിച്ച് അതിനകത്ത് ഗിൽറ്റ് ഇട്ട് മുത്തിട്ട് ഇതിങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കറിയായിരുന്നോ? ഇല്ലല്ലോ. മാത്രമല്ല ഇതെന്തൊരു ഭംഗിയാണ് കാണാൻ. വൈറ്റ് പേൾസും ബ്ലൂ മുത്തുകളും പിന്നെ ആ സ്റ്റോണില്ലേ അത് വേറൊരു സാധനത്തിനകത്ത് നിസ്കിയതാണ് കേട്ടോ. ഇതെല്ലാം വെച്ചൊരു വാട്ടർ ക്യാൻഡിൽ ഉണ്ടാക്കണം എന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ചില ആഗ്രഹങ്ങൾ. പിന്നെ ഇതിൽ ഇപ്രാവശ്യം ഒഴിക്കാൻ നമ്മുടെ കയ്യിൽ ഗ്ലിസറിൻ ഉണ്ട് കേട്ടോ. ഗ്ലിസറിൻ ഒഴിച്ചാലേ ഈ ഗിൽറ്റ് എല്ലാം കുറച്ച് നേരം ഫ്ലോട്ട് ചെയ്ത് കിടക്കുള്ളൂ എന്ന് കേട്ടിരുന്നു. പിന്നെ ഇത് ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ASMR ഫീലായിരുന്നേ. കാണുമ്പോൾ നിങ്ങൾക്കും ഒരു ചെറിയ ഫീലൊക്കെ കിട്ടുന്നില്ലേ? പിന്നെ അതിലേക്ക് ബാക്കി വെള്ളം ഒഴിക്കുക ചെയ്തേട്ടോ. പോരാളിയുടെ വാലിരിക്കണ മൊത്തം കേട്ടിട്ടാണ് ഈ ക്യാൻഡിൽ ഞാൻ ഒരുക്കിയത്. ലാസ്റ്റ് ടൈം ക്യാൻഡിൽ ഉരുക്കി അപ്പം തന്നെ വെള്ളത്തിലേക്ക് ഒഴിച്ചത് കൊണ്ടാണ് അത് ഉള്ളിലേക്ക് താഴ്ന്നു പോയെന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം കുറച്ച് നേരം വെച്ചു കേട്ടോ. എന്നിട്ട് എന്താ ഉണ്ടായെന്നറിയോ? കുറച്ച് നേരം വെച്ചപ്പോൾ അത് കട്ടിയായിപ്പോയി. പിന്നെ കുറച്ച് സ്ക്രബൊക്കെ ചെയ്തിട്ടാണ് അതിനകത്തേക്ക് എടുത്തിട്ട് ഓരോരോ മണ്ടത്തരങ്ങൾ. ഇനി അതൊന്നുമല്ല, ഇപ്പോഴൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ. അതിനകത്തേക്ക് തിരിയൊക്കെ വെച്ച് കൊടുത്തു. പക്ഷെ ഓൾറെഡി കട്ടായിരുന്നത് കൊണ്ട് തിരി വെച്ചപ്പോൾ അതിനകത്ത് സ്റ്റിക്ക് ആവണമെന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവസാനം ഒരു ഭംഗിക്ക് വൈറ്റ് റിബൺ ലേസും ഒരു ബോയും വെച്ച് കൊടുത്തു. ബോ ഇല്ലാണ്ട് എന്ത് ക്യൂട്ട്നെസ് അല്ലേ, നല്ല ഭംഗി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാണാനായിട്ട്. ഈ ടേബിൾ കലണ്ടറിൽ മാത്രം ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. അത് നോക്കിയിട്ട് ഉണ്ടാക്കണമായിരിക്കും നല്ലത്. ഇതിൽ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റാണ്. ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടുകയും ചെയ്തു. പക്ഷേ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൽ ഇത്തിരി കൂടി ബെറ്ററായിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചും കൂടി പെർഫെക്റ്റും. ഈ ലെറ്റേഴ്സൊക്കെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ, എന്നെ പോലെയുള്ള ആൾക്കാർ, നമുക്ക് വേണ്ടിയുള്ളതാണ് കലണ്ടേഴ്സും ന്യൂസ് പേപ്പറും മാഗസിൻസും ഒക്കെ. എവിടെ കണ്ടോ അങ്ങ് പൊക്കുക, ലെറ്റേഴ്സൊക്കെ മുറിച്ചെടുക്കുക, എന്നിട്ട് എടുത്തു വെക്കുക. ആവശ്യം വരും മക്കളെ. ന്യൂസ് പേപ്പറൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് വരുത്തണേ. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ പ്രൊഡക്ട്സും ആയി. ഇനി ഇതൊന്ന് ഓർഗനൈസ് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത ടാസ്ക് അതാണ്. പിന്നെ ഉണ്ടല്ലോ, ഇതുവരെ കണ്ട ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെയറി ലൈറ്റിനൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അധികം കമൻറ്റ്സ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ആർക്കെങ്കിലും ഇഷ്ടമായിട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിലോ അതറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കംപ്ലീറ്റ് വൈറ്റായ ടേബിൾ കലണ്ടർ നമ്മുടെ പേസ്റ്റൽ തീമിക്ക് ചേരാത്ത പോലെ തോന്നിയതുകൊണ്ട് ബോർഡറിലൊക്കെ പേസ്റ്റൽ പിങ്ക് കളർ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. നമ്മുടെ ഗാർഡനിൽ മിക്ക ദിവസവും റോസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് വിചാരിച്ചിട്ടാണ് ഫ്രഷ് ഫ്ലവർ വയ്ക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇന്നത്തെ ദിവസം മാത്രം ഉണ്ടായില്ല. പിന്നെ കൈ കിട്ടിയൊരു പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് വോളാണ്. നല്ല വെയിറ്റ്ലെസ് ആയതുകൊണ്ട് ഈ ഗാർലൻഡ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ്. മിനി പെഗ് ബോർഡിന് വേണ്ടിയിട്ട് ഡബിൾ ടാപ്പ് കട്ട് ചെയ്തപ്പോൾ കൈയും കൂടെ അങ്ങ് കൂട്ടിയാൽ കട്ട് ചെയ്തത്. പിന്നെ ബ്ലഡ് കാണുന്ന ശുഭസൂചനയാണെന്നാണല്ലോ ആരോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അങ്ങ് സമാധാനിച്ചു. പെർമനന്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നാനോ ടാപ്പ് എങ്ങാനും യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. ഡബിൾ ടാപ്പ് എന്തായാലും പോരും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തതാണേ. മുന്നത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും ആ വൈറ്റ് പൂ പോലത്തെ സാധനം. അത് അഫർമേഷൻസ് ആണ് കേട്ടോ. ജേർണലിന്റെ കൂടെ കിട്ടിയ ഈ ഒരു സ്റ്റിക്കർ വെച്ചിട്ടാണ് വാൾ പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിച്ചത്. പിന്നെ ഫെയറി ലൈറ്റ് ഇല്ലാണ്ട് എന്ത് ഡെസ്ക് മേക്ക് ഓവർ അല്ലേ. അപ്പോൾ ഒരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് അതും കൂടെ വെച്ച് കൊടുത്തു.
യൂണിക്നെസ് ആണ്. പിൻട്രസ്റ്റിലെ പല പല വൈബുള്ള ഡ്രസ് മേക്ക് ഓവേഴ്സ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വളരെ ലൈറ്റ് തീമായിട്ടുള്ള ഒരു അടിപൊളി മേക്ക് ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണേ.